വി ആർ അനുപ അതിന് മറുപടി നൽകണം. ഇപ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്തുള്ള കാലം, യെച്ചൂരിയുള്ള കാലം, ഈ കാലത്തൊക്കെ നിങ്ങൾ CPM-ന്റെ ദേശീയ നേതൃത്വത്തെ എങ്ങനെ മാനിച്ചിരുന്നു? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുമായി ചർച്ച ചെയ്തെടുത്തിരിക്കുന്ന വലിയ തീരുമാനങ്ങൾ വരെ പല ഘട്ടങ്ങളിലും അത് ചർച്ചയായിട്ടുണ്ട്. ആ ഒരു ബഹുമാനം നിങ്ങൾ കൊടുത്തിരുന്നു. ഇപ്പോൾ ദേശീയ തലത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ CPM-ൽ നേതാക്കളില്ല എന്നതാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടിന് കാരണം? അങ്ങനെയാണോ അതിനെ മനസ്സിലാക്കേണ്ടത്? ഈ ബഹുമാനം എന്നൊക്കെ പറയുന്നത് ഏകപക്ഷീയമല്ല ശ്രുതി. അതുമാത്രമല്ല, ഹർകിഷൻ സിംഗ് സുർജിത്തിനെ ആയാലും സീതാറാം യെച്ചൂരി ആയാലും അവർ ആ ബഹുമാനം ആർജിക്കുന്നതിന് അവരുടെ വ്യക്തിപരമായ സവിശേഷതകളുണ്ട്. അവർ അതിന് കൊടുത്ത സംഭാവനകളും കൂടി വേണം, ആ തലത്തിൽ കൂടി വേണം അതിനെ കാണാൻ. പിന്നെ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് നടത്തിയ സംഭാവനകൾ ആർക്കും വിസ്മരിക്കാൻ കഴിയുക? സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വ പ്രശ്നത്തിൽ അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് പുറത്തുപോയ ശരത് പവാറുമായി ഞങ്ങൾ സഹകരിച്ചിട്ടില്ലേ? മമതാ ബാനർജി കോൺഗ്രസ് നേതൃത്വത്തിന് വെല്ലുവിളിച്ച് പോയ ആളല്ലേ, അവരുമായി സഹകരിച്ചിട്ടില്ലേ? ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് പിണറായി വിജയൻ വിമർശിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒക്കെ CPM-നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി അതുപോലെ ഉന്നത ശീർഷരായ നേതാക്കളാ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാ. പണ്ട് വയോധികനായ VS രാഹുൽ ഗാന്ധിയെ അമൂൽ ബേബി എന്ന് അധിക്ഷേപിച്ചു. അത് അമൂൽ അവരുടെ പരസ്യത്തിൽ ഉൾപ്പെടുത്തി, ദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെട്ടു. അന്ന് പോലും ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ വിമർശനത്തിന്റെ ഒരു പടവ് കൂടി കടന്ന് വ്യക്തിപരമായി അധിക്ഷേപിച്ചിരിക്കുന്നു. സംഘപരിവാർ ഹാൻഡിലുകൾക്ക് പോലും ആഘോഷിക്കാൻ പാകത്തിൽ അദ്ദേഹത്തെ അമൂൽ ബേബി എന്ന് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് CPM-മായി ഇനി ഞങ്ങൾ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയത്തെ വ്യക്തിപരമായ ഒരു വ്യവഹാരമായി കാണാൻ കഴിയില്ലെന്നേ. രാഹുൽ ഗാന്ധിയെ വിമർശിക്കും, പിണറായി വിജയനെ വിമർശിക്കും. അത് ഈ പറയുന്ന ഡോക്ടർ VPP മുസ്തഫയ്ക്കുള്ള മറുപടിയാണെങ്കിൽ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തോടു കൂടി എനിക്ക് പ്രതികരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ കോൺഗ്രസ് ചെയ്തത് വിശ്വാസവഞ്ചനയാണ് DMK-യോടെന്ന് പറഞ്ഞു. മറിച്ച് അദ്ദേഹം തന്നെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് പ്രായോഗികതയാണ് ഉള്ളതെന്ന്. ഞങ്ങൾ അവസാനം പറഞ്ഞ ഭാഗം എടുക്കുകയാണെന്നേ. ഇപ്പം നമുക്ക് തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കാമരാജ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ലേ? ഇവിടെ മുന്നണി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാനം എന്താ? അത് ഈ പറയുന്ന കാൽപ്പനികതകൾക്കപ്പുറത്ത് ഒരു കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്നതാവുമ്പോഴാണ് മുന്നണിയെ ആശ്രയിക്കുന്നത്. അതിനകത്ത് കൊടുക്കലും വാങ്ങലുണ്ടെന്നേ. ഇപ്പോ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഒറ്റയ്ക്കുണ്ടായിരുന്ന ഘട്ടത്തിലും DMK അവിടെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്നു. പക്ഷെ DMK ഞങ്ങളോട് ആ മുന്നണി മര്യാദ കാണിച്ചിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ DMK കാണിച്ചിട്ടില്ല. വിജയ് ആ മര്യാദ കാണിക്കാൻ തയ്യാറാകുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയെ വികസിപ്പിക്കാൻ, അധികാരത്തിൽ അതിന്റെ പങ്കാളിത്തം കിട്ടാനുള്ള ആദ്യത്തെ അവസരം ലഭിക്കുമ്പോൾ ഞങ്ങൾ അതിനനുകൂലമായി ചിന്തിച്ചാൽ എന്ത് തെറ്റ്? DMK മുന്നണിയിലെ രാജ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ സംഭാവന കൊണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നൊരു പാർട്ടി കൂടിയാണെന്നാണ് ഞങ്ങള്. അപ്പൊ ഇതൊന്നും DMK എന്തൊക്കെയോ ത്യാഗം ചെയ്തു, കോൺഗ്രസ് അതിന്റെ ഉപഭോക്താവായി ഒന്നുമില്ല. കേന്ദ്രത്തിൽ കൃത്യമായ അധികാര വിഹിതവും അധികാര പങ്കാളിത്തവും സ്വീകരിക്കുകയും തമിഴ്നാട്ടിൽ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്ത സമീപനമാണ്. അപ്പുറത്ത് വേറൊരു രാഷ്ട്രീയ ശക്തി ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് രാഷ്ട്രീയല്ലേ? അങ്ങനത്തെ ഒരു ഒന്നാണോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.